ഓം ശാന്തി 28/6/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, തൻ്റെ ഉന്നതിക്കായി ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് തൻ്റെ ചാർട്ട് നോക്കൂ, ചെക്ക് ചെയ്യൂ. നമ്മൾ മുഴുവൻ ദിവസവും ആർക്കും ദുഃഖമൊന്നും കൊടുത്തില്ലല്ലോ. നാം ഈ സംഗമയുഗത്തിൽ നമ്മുടെ ഉന്നതി നടത്തുകയാണ്. ആധ്യാത്മിക ഉന്നതിയിലൂടെ മൊത്തത്തിലുള്ള ഉന്നമനം നടക്കുന്നു. ഈ ആധ്യാത്മിക ഉന്നതി ദിവസവും ഉണ്ടായിരിക്കണം. ഓരോ ദിവസത്തിൻ്റെയും കണക്ക് നോക്കാനാണ് ബാബ നമ്മൾ കുട്ടികളോട് പറയുന്നത്. കാരണം ഏതുപോലെ ഒരു വ്യാപാരി ഓരോ ദിവസത്തെയും കണക്ക് നോക്കുന്നു, അതിനനുസരിച്ചാണ് അവർക്ക് ലാഭവും നഷ്ടവും അറിയാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിലും നഷ്ടത്തിൻ്റെ വശത്തേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു, അപ്പോൾ അടുത്ത ദിവസം നഷ്ടത്തിലേക്ക് പോകില്ല. എന്നും ലാഭത്തിലേക്ക് പോകുമ്പോഴാണ് മൊത്തത്തിൽ ലാഭമുണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ എന്നും ഉന്നതി ഉണ്ടായിരിക്കണം. ഒരു ദിവസം പോലും താഴോട്ട് വരുന്നതോ നിന്നു പോകുന്നതോ ആയിരിക്കരുത്. ഇന്ന് പ്രത്യേകിച്ച് ബാബ പറയുന്നു, ദിവസവും നോക്കണം, നമ്മൾ ആർക്കും ദുഃഖം കൊടുക്കുന്നില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പോകും. നമ്മളിൽ നിന്ന് വാക്കുകളിലൂടെയോ പ്രവൃത്തിയിലൂടെയോ അതുമല്ലെങ്കിൽ സങ്കല്പത്തിലൂടെയോ. അതിനാൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖവും തീർക്കണം. ചോദ്യം: മഹാൻ സൗഭാഗ്യശാലി കുട്ടികളിൽ ഏത് ധൈര്യം ഉണ്ടായിരിക്കും? ഉത്തരം: ആരാണോ മഹാൻ സൗഭാഗ്യശാലികളായിട്ടുള്ളത് അവർ സ്ത്രീ പുരുഷർ ഒന്നിച്ച് താമസിക്കെ സഹോദരങ്ങളായി ഇരിക്കും. സ്ത്രീയാണ് പുരുഷനാണ് എന്ന ബോധം ഉണ്ടാകില്ല. ഉറച്ച നിശ്ചയബുദ്ധിയായിരിക്കും. മഹാൻ സൗഭാഗ്യശാലി കുട്ടികൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു, നമ്മളും വിദ്യാർത്ഥി, ഇതും വിദ്യാർത്ഥി, സഹോദരീ സഹോദരങ്ങളായി. എന്നാൽ ഈ ധൈര്യം നടക്കുന്നത് എപ്പോൾ ആത്മാവാണെന്ന് മനസ്സിലാക്കുമോ അപ്പോഴാണ്. ബാബയുടെ കുട്ടികളെല്ലാവരും സൗഭാഗ്യശാലികളാണ്. എന്നാൽ ബാബയുടെ കുട്ടികളിലും ആരാണ് മഹാൻ സൗഭാഗ്യശാലികൾ? അവരെന്ത് ധൈര്യമാണ് കാട്ടുന്നത്? മഹാൻ സൗഭാഗ്യശാലികൾ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരെയും സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കും. അവർ സ്ത്രീ പുരുഷർ ഒന്നിച്ച് താമസിച്ചുകൊണ്ടും സാഹോദര്യത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരിക്കും. ഒരച്ഛൻ്റെ മക്കളാണ്, ഒരു ടീച്ചറിൻ്റെ വിദ്യാർത്ഥികളാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ഇത് സഹോദരിയാണ്, ഇത് സഹോദരനാണ് എന്ന് തിരിച്ചറിയുന്നു. എന്നാൽ ഇങ്ങനെ സാഹോദര്യത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ ചിന്താഗതി വേണമെങ്കിൽ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കണം. എത്ര നമ്മൾ ആത്മാവെന്ന് മനസ്സിലാക്കുന്നുവോ അത്രയും മറ്റുള്ളവരെല്ലാവരും ആത്മാക്കളാണ്, അപ്പോൾ നമ്മളുടെ സഹോദരങ്ങളാണ് എന്നത് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ളവരെയാണ് പക്കാ നിശ്ചയബുദ്ധി എന്ന് പറയുന്നത്. അവർക്ക് സ്ത്രീയാണ് പുരുഷനാണ് എന്ന ബോധം ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ച് അവർ വിവേകശൂന്യമായി വസ്ത്രധാരണം ചെയ്യുകയോ പെരുമാറുകയോ ഇല്ല. തീർച്ചയായും ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രമായിരിക്കും ധരിക്കുക. എന്നാൽ അത് ഭാവത്തിലോ ഭാവനയിലോ വൃത്തിയിലോ ചിന്താഗതിയിലോ സ്ത്രീയാണ് എന്ന ഒരു പ്രഭാവം ഉണ്ടായിരിക്കില്ല. ഗീതം: മുഖം നോക്കൂ മനുഷ്യ ദർപ്പണത്തിൽ, പാപമെത്ര പുണ്യമെത്ര ജീവിതത്തിൽ എന്ന് നോക്കൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. മുഴുവൻ ദിവസവും വായിൽ നിന്ന് ബാബ ബാബ എന്ന് വരണം. കുറഞ്ഞത് പ്രദർശിനി തുടങ്ങിയവ മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന സമയം വായിൽ നിന്ന് 1000 തവണ ബാബ ബാബ എന്ന് വരണം. 2. ഈ കണ്ണുകൾ കൊണ്ട് എല്ലാം കണ്ടുകൊണ്ടും ഒരു ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കണം. പരസ്പരം സംസാരിച്ചുകൊണ്ടും മൂന്നാമത്തെ കണ്ണിലൂടെ ആത്മാവിനെയും
ആത്മാവിൻ്റെ പിതാവിനെയും കാണുന്നത് അഭ്യസിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ ബാബ എന്ന് മുഴുവൻ സമയവും പറഞ്ഞുകൊണ്ടിരിക്കണം. ഏത് കാര്യത്തിലും ബാബയെയും കൊണ്ടുവരണം. നാം ഒരിക്കലും ബാബയെ ഒറ്റയ്ക്കാക്കരുത്. പ്രദർശിനിയോ അല്ലെങ്കിൽ ക്ലാസ്സോ നടത്തുന്ന സമയവും മുഴുവൻ തവണയും ബാബ ബാബ എന്ന് പറയണം. 1000 വട്ടം പറയണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ കണ്ണുകൾ കൊണ്ട് എന്ത് കാണുന്നുവോ അതെല്ലാം നശിക്കാനുള്ളതാണ്. അതിനേക്കാളെല്ലാം ആകർഷകമാണ് ബാബ. അതിനാൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. പരസ്പരം സംസാരിക്കുമ്പോഴും ആത്മാ ബിന്ദുവിനെ കണ്ട് പിതാവായ പരമാത്മാവിനെ കാണുന്നത് അഭ്യസിക്കണം. തുടർച്ചയായി അഭ്യസിക്കണം. വരദാനം: ഓരോ സെക്കൻഡും സങ്കല്പവും അമൂല്യ രീതിയിൽ ഉപയോഗിക്കുന്ന അമൂല്യ രത്നമായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൻ്റെ ഒരു സെക്കൻഡിനും വളരെ വലിയ മൂല്യമാണ്. ഏതുപോലെ 1 ലക്ഷം മടങ്ങ് ആകുന്നു, അതുപോലെ ഒരു സെക്കൻഡ് വ്യർത്ഥമാവുകയാണെങ്കിൽ 1,00,000 മടങ്ങ് വ്യർത്ഥമാകുന്നു. ഇതിനാൽ ഇത്രയും അറ്റൻഷൻ വയ്ക്കൂ, എങ്കിൽ അശ്രദ്ധ സമാപ്തമാകും. അങ്ങനെ നോക്കുമ്പോൾ കണക്കെടുക്കുന്നവർ ആരുമില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം പശ്ചാത്താപമുണ്ടാകും. കാരണം ഈ സമയത്തിന് വളരെ മൂല്യമുണ്ട്. ആര് തൻ്റെ ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും അമൂല്യ രീതിയിൽ ഉപയോഗിക്കുന്നുവോ അവരാണ് അമൂല്യ രത്നമാകുന്നത്. ഈ സംഗമ സമയം അമൂല്യമാണ്. ഈ സമയത്തെ നാം എങ്ങനെ ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പദവി. ഈ സംഗമ സമയത്തെ അമൂല്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആത്മാവും അമൂല്യ രത്നമായി തീരും. ഈ സംഗമത്തിലെ ഓരോ സെക്കൻഡും നമ്മളുടെ ഓരോ സങ്കല്പവും അമൂല്യമാണ്. അതിനെ ഒരു തരത്തിലും വ്യർത്ഥമാക്കരുത്. അങ്ങനെ ചെക്ക് ചെയ്യാനോ കറക്ഷൻ തരാനോ ആരും നമ്മുടെ മുന്നിലില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം ഇതൊരു പശ്ചാത്താപമായി മാറും. അതിനാൽ സമയത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും മൂല്യം തിരിച്ചറിഞ്ഞ് അതിനെ അമൂല്യ രീതിയിൽ ഉപയോഗിക്കുന്ന അമൂല്യ രത്നമാകണം. സ്ലോഗൻ: ആര് സദാ യോഗയുക്തമാണോ അവർ സഹയോഗം അനുഭവിച്ചുകൊണ്ട് വിജയിയായി തീരുന്നു. ആരാണോ യോഗയുക്തം? യോഗയുക്തം എന്നാൽ ബാബയുമായുള്ള കണക്ഷൻ ദൃഢമായിട്ടുള്ളവർ, ഒരിക്കലും മുറിയാത്തവർ. ആർക്കാണോ ബാബയുമായിട്ടുള്ള ബന്ധം, മനസ്സിൻ്റെ ബുദ്ധിയുടെ ബന്ധം ഒരിക്കലും മുറിയാത്തത്, അവർക്ക് എല്ലാ ഇടങ്ങളിൽ നിന്നും സഹയോഗം വന്നുകൊണ്ടിരിക്കും. ഈ സഹയോഗം അനുഭവിക്കുന്നത് കാരണം അവർ സദാ വിജയിയായി തീരുന്നു. ഓം ശാന്തി.